കൂട്ടുകാർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നാം 7ാം ക്ലാസ്സിലെ ഉറുദു ടെക്സ്റ്റ് ബുക്കിലെ 1ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ പാഠഭാഗമാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 1ാമത്തെ യൂണിറ്റിൻ്റെ പേരാണ് ദേശ് സജായെ. എന്താണ് ദേശ് സജായെ? സജായെ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കാം. സജായെ എന്ന് പറഞ്ഞാൽ അലങ്കരിക്കാം. അപ്പോൾ യൂണിറ്റിൻ്റെ തുടക്കത്തിൽ തന്നെ ഇവിടെ വ്യത്യസ്ത നൃത്തരൂപങ്ങൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഭാരതത്തിലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള നൃത്തരൂപങ്ങളുടെ ചിത്രമാണ്. അതിന് തൊട്ട് താഴെയായിട്ട് നമുക്ക് 2 വരി കവിത തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കവിത വായിച്ചു നോക്കാം. ജമീൻ പർ ഘർ ബനായാ ഹെ മഗർ ജന്നത്ത് മേ ഹം രഹത്തെ ഹെ ഹമാരി ഖുഷി നസീബി ഹെ കി ഹം ഭാരത് മേ രഹത്തെ ഹെ. അപ്പോൾ നമുക്ക് അർത്ഥം പറയാം. ജമീൻ പർ ഘർ ബനായ ഹെ, ഭൂമിയിലാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. ജമീൻ എന്ന് പറഞ്ഞാൽ ഭൂമി, ഘർ എന്ന് പറഞ്ഞാൽ വീട്, ബനായ എന്ന് പറഞ്ഞാൽ ഉണ്ടാക്കുക. ജമീൻ പർ ഘർ ബനായ ഹെ, ഭൂമിയിലാണ് വീടുണ്ടാക്കിയിട്ടുള്ളത്. മഗർ ജന്നത്ത് മേ ഹം രഹത്തെ ഹെ, പക്ഷേ നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. മഗർ എന്ന് പറഞ്ഞാൽ പക്ഷേ, ജന്നത്ത് സ്വർഗം, രഹത്തെ ജീവിക്കുക. മഗർ ജന്നത്ത് മേ ഹം രഹത്തെ ഹെ, പക്ഷേ നമ്മൾ സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. ഇവിടെ നമ്മുടെ ഭാരതത്തിനെ സ്വർഗവുമായി താരതമ്യം ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഭൂമിയിലാണ് വീടുണ്ടാക്കിയിട്ടുള്ളത് എന്നുണ്ടെങ്കിലും നമ്മൾ ജീവിക്കുന്നത് സ്വർഗത്തിലാണ്. അതായത് അത്രയ്ക്കും വളരെ സമാധാനത്തോടു കൂടെയാണ് നമ്മളിവിടെ ജീവിക്കുന്നത് എന്നാണ് ഈ ഒരു വരിയിലൂടെ പറയുന്നത്. ഹമാരി ഖുഷി നസീബി ഹെ, നമ്മുടെ സന്തോഷം ഭാഗ്യമാണ്. കി ഹം ഭാരത് മേ രഹത്തെ ഹെ, എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി പറയാം. ഹമാരി നമ്മുടെ, ഖുഷി സന്തോഷം, നസീബി ഭാഗ്യം, ഹേ ആണ്. അപ്പോൾ ഹമാരി ഖുഷി നസീബി ഹേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സന്തോഷം ഭാഗ്യമാണ്. കെ എന്തെന്നാൽ ഹം ഭാരത് മേ രഹത്തെ ഹേ, നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ സന്തോഷം ഭാഗ്യമാണ്. നമുക്ക് സന്തോഷം കിട്ടിയത് വളരെ ഭാഗ്യമുള്ള കാര്യമാണ് എന്നാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മൾ ഭാരതത്തിലാണ് ജീവിക്കുന്നത്, നമുക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഭാരത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ്. ഭാരത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ത്യയാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗത്തിലേക്ക് കടക്കാം. നമ്മുടെ 1ാമത്തെ പാഠഭാഗത്തിൻ്റെ പേരാണ് ഖുദാ കി അപ്നി ബസ്തി. എന്താണ്? ഖുദാ കി അപ്നി ബസ്തി. ഖുദാ കി അപ്നി ബസ്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്നാണ് അർത്ഥം. അപ്പോൾ ഏതാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട്? അതെ, നമ്മുടെ കേരള തന്നെ. ദൈവത്തിൻ്റെ സ്വന്തം നാട് ഏതാണ്? കേരള. ഖുദാ കി അപ്നി ബസ്തി. ഖുദാ കി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ, അപ്നി സ്വന്തം, ബസ്തി നാട്. അപ്പോൾ ഇനി നമുക്ക് പാഠഭാഗം വായിച്ചു നോക്കാം. കിഷോർ അജ്മൽ കാ ദോസ്ത് ഹെ. കിഷോർ അജ്മലിൻ്റെ സുഹൃത്താണ്. കിഷോർ അജ്മലിൻ്റെ സുഹൃത്താണ്. അപ്പോൾ ദോസ്ത് എന്ന് പറഞ്ഞാൽ സുഹൃത്ത്. ഉസ്കാ ഘർ ബീഹാർ മേ ഹെ. അവൻ്റെ വീട് ബീഹാറിലാണ്. അപ്പോൾ കിഷോറിൻ്റെ വീട് എവിടെയാണ്? ബീഹാറിലാണ്. ഏക് ദിൻ കിഷോർ അജ്മൽ കെ ഘർ ആയ. ഒരു ദിവസം കിഷോർ അജ്മലിൻ്റെ വീട്ടിൽ വന്നു. ആയ എന്ന് പറഞ്ഞാൽ എന്താണ്? വന്നു. ജഹാ പാസ് ഹി ബഹത്തി ഹുയി നദി. അവിടെ അടുത്തായിട്ട് തന്നെ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദി ഉണ്ടായിരുന്നു. ജഹാ എന്ന് പറഞ്ഞാൽ അവിടെ, പാസ് അടുത്തായിട്ട്. ബഹത്തി ഹുയി നദി എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹത്തി ഹുയി നദി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു കവിഞ്ഞൊഴുകുന്ന നദി. പഹാഡ് और नारियल के पेड़ को देखकर കിഷോർ ने कहा. പർവ്വതത്തിനെയും അതുപോലെ തെങ്ങിനെയൊക്കെ കണ്ടിട്ട് കിഷോർ പറഞ്ഞു. പഹാഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പർവ്വതം. നാരിയൽ കെ പേട് എന്ന് പറഞ്ഞാൽ തെങ്ങ്. നാരിയൽ കെ പേട് എന്ന് പറഞ്ഞാൽ തെങ്ങ്. കഹ എന്ന് പറഞ്ഞാൽ എന്താണ്? പറഞ്ഞു. അപ്പോൾ പഹാഡ് और नारियल के पेड़ को देखकर കിഷോർ ने कहा. പർവ്വതത്തിനെയും തെങ്ങിനെയൊക്കെ കണ്ടിട്ട് കിഷോർ പറഞ്ഞു. കേരള ഖുദാ കി അപ്നി ഹി ബസ്തി ഹേ. കേരള ദൈവത്തിൻ്റെ സ്വന്തം നാട് തന്നെയാണ്. കേരള ഖുദാ കി അപ്നി ഹി ബസ്തി ഹേ. ദോനോ മിൽക്കർ ഖാനെ ലഗി. അങ്ങനെ 2 പേരും കൂടി പാടാൻ തുടങ്ങി. ധോനോം എന്ന് പറഞ്ഞാൽ എന്താണ്? 2 പേരും. മിൽക്കർ, മിൽക്കർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരുമിച്ച്.
ഖാനെ എന്ന് പറഞ്ഞാൽ പാടുക, ലഗെ എന്ന് പറഞ്ഞാൽ തുടങ്ങി. അപ്പോൾ ദോനോ മിൽക്കർ ഖാനെ ലഗെ എന്ന് പറഞ്ഞാൽ എന്താണ്? രണ്ടുപേരും ഒരുമിച്ച് പാടാൻ തുടങ്ങി. അപ്പോൾ ഇനി നമുക്ക് ആ ഒരു പാട്ട് പാടി നോക്കിയാലോ. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, കേരൾ സബ്സെ ന്യാരാ ഹേ, नदियाँ अजली सतरी है, कैसी प्यारी प्यारी है, नारियल और सुपारी है, चाय काजू न्यारी है, हरी भरी हरियाली है, हर जाए खुशी ഹാലി ഹേ. അപ്പോൾ ഈ ഒരു കവിതയുടെ അർത്ഥം പറയാം. ഹിന്ദുസ്ഥാൻ കാ പ്യാരാ ഹേ, ഹിന്ദുസ്ഥാൻ വളരെ പ്രിയപ്പെട്ടതാണ്, അതായത് വളരെ മനോഹരമാണ്. ഹിന്ദുസ്ഥാൻ വളരെയധികം മനോഹരമാണ്. ഹിന്ദുസ്ഥാൻ എന്താണ് മക്കളെ? ഹിന്ദുസ്ഥാൻ ഇന്ത്യയാണ്. കേരള സബ്സെ ന്യാരാ ഹേ, കേരള അതിൽ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ ഹിന്ദുസ്ഥാനിൽ, അതായത് ഇന്ത്യയിൽ കേരള വളരെ വ്യത്യസ്തമാണ്. ന്യാര എന്ന് പറഞ്ഞാൽ എന്താണ്? വ്യത്യസ്തമാണ്. നദിയാം അജലി സത്തിരി ഹേ, നദികളെല്ലാം വളരെ വൃത്തിയുള്ളതാണ്. അജലി സത്തിരി എന്ന് പറഞ്ഞാൽ വളരെ വൃത്തിയുള്ളത്. കൈസി പ്യാരി പ്യാരി ഹേ, എത്ര മനോഹരമാണ്. നാരിയൽ ഓർ സുപാരി ഹേ, തേങ്ങയും അടക്കയുമുണ്ട്. നാരിയൽ എന്ന് പറഞ്ഞാൽ തേങ്ങ, സുപാരി എന്ന് പറഞ്ഞാൽ അടക്ക. ചായ ഖാജു ന്യാരി ഹേ, ചായയും അതുപോലെ കശുവണ്ടിയും വളരെ വ്യത്യസ്തമാണ്. ചായ എന്ന് പറഞ്ഞാൽ ചായ, കാജു എന്ന് പറഞ്ഞാൽ കശുവണ്ടി, ന്യാരി എന്ന് പറഞ്ഞാൽ വ്യത്യസ്തം. അപ്പോൾ ചായ കാജു ന്യാരി ഹേ, ചായയും കശുവണ്ടിയും വളരെ വ്യത്യസ്തമാണ്. ഹരി ബരി ഹരിയാലി ഹേ, പച്ച നിറഞ്ഞ പച്ചപ്പുണ്ട്. പച്ച നിറഞ്ഞ പച്ചപ്പുണ്ട്. ഹരി എന്ന് പറഞ്ഞാൽ പച്ച, ബരി എന്ന് പറഞ്ഞാൽ നിറഞ്ഞ, ഹരിയാലി പച്ചപ്പ്, ഹേ ഉണ്ട്. ഹരി ബരി ഹരിയാലി ഹേ എന്ന് പറഞ്ഞാൽ എന്താകും? പച്ച നിറഞ്ഞ പച്ചപ്പുണ്ട്. ഹർജായെ ഖുഷി ഹാലി ഹേ, എല്ലായിടത്തും ഈ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ട്. ഹർജ എല്ലായിടത്തും, ഇത് ഖുഷി സന്തോഷം, ഹാലി നിലനിൽക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഹർജായെ ഖുഷി ഹാലി ഹേ, എല്ലായിടത്തും ഈ ഒരു സന്തോഷം നിലനിൽക്കുന്നുണ്ട്. ഇനി നമുക്ക് ബാക്കി വരികൾ വായിച്ചു നോക്കാം. പഠ്നെ ലിഖ്നെ മേ ആകെ, മെഹനത് കർനെ മേ ആകെ, ഹർജ ആത്തെ ജാത്തെ ഹേ, अपनी रोज़ी खाते हैं, आपस में न लड़ते हैं, मिलजुल कर ही रहते हैं, केरल में जो बसते हैं, प्यारे प्यारे होते हैं. അപ്പോൾ ഇനി നമുക്ക് അർത്ഥം പറഞ്ഞാലോ. പഠ്നെ ലിഖ്നെ മേ ആകെ, വായിക്കാനും എഴുതാനും മുന്നിൽ. പഠ്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? പഠിക്കുക, വായിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ലിഖ്നെ എന്ന് പറഞ്ഞാൽ എന്താണ്? എഴുതുക. ആകെ മുന്നിൽ. അപ്പോൾ പഠ്നെ ലിഖ്നെ മേ ആകെ എന്ന് പറഞ്ഞാൽ പഠിക്കാനും എഴുതാനും മുന്നിലാണ്. മെഹനത് കർനെ മേ ആകെ, പണിയെടുക്കുന്നതിലും അതായത് അധ്വാനിക്കുന്നതിലും മുന്നിലാണ്. മെഹനത് എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുക. ആകെ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നിൽ. അപ്പോൾ കർനെ എന്ന് പറഞ്ഞാൽ ചെയ്യുക, മെഹനത് കർനെ എന്ന് പറഞ്ഞാൽ അധ്വാനം ചെയ്യുക. അപ്പോൾ അധ്വാനം ചെയ്യാൻ വേണ്ടിയിട്ടും അവർ മുന്നിലാണ്. ഹർജ ആത്തെ ജാത്തെ ഹേ, എല്ലായിടത്തേക്കും പോവുകയും വരികയും ചെയ്യുന്നു. ഹർജ എന്ന് പറഞ്ഞാൽ എല്ലായിടത്തേക്കും. ആത്തെ ആത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? വരുന്നു. ജാത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? പോകുന്നു. അപ്പോൾ എല്ലായിടത്തേക്കും വരികയും പോവുകയും ചെയ്യുന്നു. അപ്പനി റോസി ഗാത്തെ ഹേ, തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. അപ്പനി റോസി ഗാത്തെ ഹേ, തൻ്റെ ഉപജീവനത്തിന് വേണ്ടിയിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നു. ഖാത്തെ എന്ന് പറഞ്ഞാൽ എന്താണ്? കഴിക്കുക എന്നാണ് അർത്ഥം. ആപ്പസ് മേ നലടുത്തേ ഹേ, തമ്മിൽ പരസ്പരം അടി കൂടില്ല. ആപ്പസ് മേ എന്ന് പറഞ്ഞാൽ എന്താണ്? തമ്മിൽ. ആപ്പസ് മേ എന്ന് പറഞ്ഞാൽ തമ്മിൽ. നലടുത്തേ ഹേ, തല്ലുകൂടില്ല. ലഡ്ന എന്ന് പറഞ്ഞാൽ എന്താണ്? തല്ലുകൂടുക. അപ്പോൾ ആപ്പസ് മേ നലടുത്തേ ഹേ എന്ന് പറഞ്ഞാൽ തമ്മിൽ പരസ്പരം തല്ലുകൂടുകയില്ല. മിൽ ജുൽക്കർ ഹി രഹത്തേ ഹേ, പരസ്പരം ഒന്നിച്ചാണ് അവർ ജീവിക്കുന്നത്. മിൽ ജുൽക്കർ ഒരുമിച്ച്, ഹി രഹത്തേ ഹേ ജീവിക്കുന്നു. മിൽ ജുൽക്കർ ഹി രഹത്തേ ഹേ, ഒരുമിച്ചാണ് അവർ ജീവിക്കുന്നത്. കേരൾ മേ ജോ ബസ്തേ ഹേ, അവർ കേരളത്തിൽ ജീവിക്കുന്നവരാണ്. പ്യാരെ പ്യാരെ ഹോത്തേ ഹേ, അവർ വളരെ പ്രിയപ്പെട്ടവരാകുന്നു. ബസ്തേ എന്ന് പറഞ്ഞാൽ ജീവിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ
ഒന്നാമത്തെ യൂണിറ്റിലെ ഒന്നാമത്തെ പാഠഭാഗമായിട്ടുള്ള ഹുദാക്കി അപ്പിനി ബസ്തി. അപ്പോൾ ഈ ഒരു പാഠഭാഗത്തിൻ്റെ ബാക്കി വർക്കുകൾ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ്. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ക്ലാസ്സുകൾ അയച്ചു കൊടുക്കുക. എന്നാൽ എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നന്ദി.